ഭഗവാനെ, ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക. ഇതോടെ പരാജയപ്പെട്ട പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമില്ല. കാത്തുരക്ഷിക്കണേ. നമ്മൾ ഇതുവരെ നന്മയുടെ വഴിവിട്ട് നടന്നിട്ടില്ലല്ലോ മോളെ. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം വലിയൊരു തോൽവി നമുക്കുണ്ടാവില്ല. പിന്നെ ചെറിയൊരു തട്ടും തലോടലും ഒക്കെ അത് എവിടെയും ഉള്ളതല്ലേ, അല്ലേ യശോദേ? അതെ അമ്മേ. അയ്യോ മോളെ, ഇതെങ്ങനെയാ ഈ വിളക്കപ്പ് അണഞ്ഞേ? എന്തോ ഒരു ദുസൂചനയാണല്ലോ മേ. കത്തിക്കൊണ്ടിരുന്ന വിളക്ക. നിമിത്തങ്ങൾ തള്ളിക്കളയാൻ പാടില്ലെന്നാ പറയ. അതും ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ. മോളെ, പോവാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. എങ്കിൽ നീ തനിച്ചു പോവണ്ട. അവരാരെങ്കിലും ഒന്ന് കൂട്ടിയിട്ട്. അല്ല വേണ്ടമ്മേ, ഞാൻ കൂടെ പൊക്കോളാം. ഇതിപ്പോ നന്നായത്. രണ്ടുപേരും കൂടി ഇതൊരു വലിയ പ്രശ്നമാക്കി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അമ്മ, ഞാൻ പോയിട്ട് വന്നോളാം. അമ്മ, ഞാൻ ഇറങ്ങാം. മുത്തശ്ശി വന്ന്. എന്തു പറ്റി? എല്ലാവരുടെയും മൊത്തം ചെറിയ ടെൻഷൻ. അതൊരു കാര്യമുണ്ട്. ഒരു നല്ല ന്യൂസ് ഉണ്ട്. നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 100 പേർക്കുള്ളതാ. ഓ, അപ്പൊ അതാണ് ലക്ഷണം പഴച്ചു. അമ്മയുടെയും മുത്തശ്ശിയുടെയും മുഖം അടിക്കുന്നതിന് കാരണം അതല്ലേ? ഇപ്പൊ രണ്ടുപേരുടെയും പ്രോബ്ലം എന്താ? രാധിക തനിച്ച് പോകാൻ പാടില്ല. രാധികയ്ക്ക് ഒരു സെക്യൂരിറ്റി വേണം. ഉണ്ടല്ലോ. രാധികയ്ക്ക് ഫുൾ സെക്യൂരിറ്റി കൊടുക്കാൻ ഒരുത്തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമല്ലേ? അയ്യോ, വരണ്ട. ഇനിയിപ്പോ ഞാൻ വരണം വേണ്ടിവന്ന് താൻ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭാര്യ ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് പോയി വരണം എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അത് ഞാൻ ചെയ്തോളാം. ഓക്കെ? എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ഇനിയിപ്പോ പേടിയൊന്നുമില്ല രണ്ടുപേർക്കും. മോൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഇവളെ കാത്തുരക്ഷിക്കുന്ന കൃഷ്ണഭഗവാനല്ലേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൊണ്ടുപോയിക്കോ. എവിടേക്കാന്ന് വെച്ചാ കൊണ്ടുപോയി കാത്തുരക്ഷിക്കേ. ഓർഡറും വാങ്ങിച്ച് ആ വഴിക്ക് പോവുക രണ്ടും കൂടി. തിരിച്ചിങ്ങോട്ടെത്തില്ലേ? ഇപ്പൊ വരാം മുത്തശ്ശി.